മനസ്സിലായില്ല അല്ലേ? ഇരിക്കൂ. അല്ല, ഇരിക്കാൻ നേരില്ല, ഇരിക്കാൻ പറ്റില്ല. ഇപ്പൊ മനസ്സിലായി. അതാ മൂലക്കുരുവിന് പ്രശ്നമായിട്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത ആളാ അല്ലേ? ഇരിക്കണ്ട ഇരിക്കണ്ട. അല്ല, ഡോക്ടർക്ക് എന്നെ മനസ്സിലായില്ല. ഞാൻ ആശുപത്രി വികസന സമിതി കൺവീനർ, നാളികേര സംരക്ഷണ സമിതി പ്രസിഡന്റ്, നെൽകൃഷി പുനരുദ്ധാരണ സമിതി സെക്രട്ടറി. വയസ്സെത്രയായി? 48. ഇപ്പൊ ഇത് കൂടാതെ വേറെ എന്തൊക്കെയുണ്ട് അസുഖങ്ങൾ? അസുഖങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു പഞ്ചായത്ത് മെമ്പർ അലങ്കരിക്കുന്ന പോസ്റ്റുകളെ കുറിച്ചൊന്ന് പറഞ്ഞാണ്. അത് നിങ്ങൾ അലങ്കരിച്ചോളൂ. ഇപ്പൊ ഇവിടെ വന്ന പ്രശ്നം എന്താണെന്ന് പറയും. സാറ് കരളിന് ചികിത്സിച്ച സത്യശീലനുണ്ടല്ലോ, അയാൾ മരിച്ചോ? മരിച്ചിട്ടില്ല. അല്ല, അയാൾ മരിക്കില്ല. ഇപ്പൊ എന്താണ്? അയാളുടെ ഭാര്യയാണ് ശ്യാമള. ഓ, നിങ്ങളുടെ കരളിന് പ്രശ്നമായോ? ഓരോ കരളിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ കരളിന് പ്രശ്നമുണ്ടോ? എൻ്റെ കരളിന് എന്ത് പ്രശ്നം? പിന്നെ ആരുടെ കരളിന് പ്രശ്നം? അതല്ല ഡോക്ടറെ, നിങ്ങൾ അയാളുടെ കരള് ചുരണ്ടി എടുത്തല്ലോ. കരള് ചുരണ്ടി എന്തോ ചെയ്തല്ലോ. ആര് ചുരണ്ടി? ആര് ചുരണ്ടി? ഞാൻ ചുരണ്ടുന്നത് നിങ്ങൾ കണ്ടോ? ഈ ഡോക്ടറിനല്ലേ? ഡോക്ടർ തന്നെയാണ്. ഞാൻ ചുരണ്ടുന്നത് നിങ്ങൾ കണ്ടോ? ചുരണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ കരള് മുറിച്ചെടുക്കുക എന്തോ ചെയ്തില്ലേ? അതിന് അതിൻ്റെതായ പദങ്ങൾ ഉപയോഗിക്കണം. എന്താ? ശസ്ത്രക്രിയ അല്ലെങ്കിൽ സർജറി ഒന്ന് പറഞ്ഞ്. അതല്ലേ സർജറി? ഓപ്പറേഷൻ നടത്തിയാളല്ലേ? അത് തന്നെ, അത് തന്നെ, അങ്ങനെ പറയണം. അപ്പോൾ ആ ഇത് ചുരണ്ടിയല്ലോ, അല്ല ഓപ്പറേഷൻ നടത്തിയല്ലോ. അപ്പം അത് ഓപ്പറേഷൻ നടത്തിയെന്ന് കാണിക്കാതെ അത് കരള് മാറ്റി വെച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേപ്പർ കൊടുക്കണം. കാരണം ഈ കരള് മാറ്റി വെച്ചവർക്ക് ഗവൺമെൻറ് ഇപ്പം മാസത്തിൽ 1000 രൂപ തോതിൽ കൊടുക്കുന്നുണ്ട്. അത് പെണ്ണുങ്ങൾക്ക് കിട്ടിയിട്ട് എന്തെങ്കിലും ഓരോ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറിക്കോട്ടെ, അപ്പം അതിന് വേണ്ടി വന്നാണ്. അപ്പം അതൊന്ന് അങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഈ പേപ്പറിലൊന്ന് ഒപ്പിട്ടാൽ മതി. ഇതിലല്ലേ? ഇതിലൊപ്പിടാൻ പറ്റില്ല. അത് ശരി, വരള്ള പേപ്പർ വേണോ അല്ലേ? എടുത്തുതരാം, ഇവിടെ ഉണ്ടാവും. അല്ലേ മിസ്റ്റർ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, വരള്ള പേപ്പറിലല്ലേ ഇത് ഒപ്പിട്? വരള്ള പേപ്പർ കൊണ്ടുവന്നാൽ ഞാൻ ഒപ്പിട്ട് തരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതെ. അങ്ങനെ നിങ്ങളെപ്പോലെ നാട്ടുകാർ കൊണ്ടുവരുന്ന എന്തേലും ഒപ്പിട്ട് കൊടുക്കാതിരിക്കുന്ന ആളല്ല ഞാൻ. ഞാൻ നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യൂ. നിയമം വിട്ടൊന്നും ചെയ്യാൻ എന്നെ കിട്ടില്ല. സാറേ, ഈ നിയമം വകുപ്പൊന്നും സാറ് നമ്മളെ പഠിപ്പിക്കണ്ട. ഓ, നിങ്ങൾ വക്കീലാണോ? അല്ല, വക്കീലല്ല. അല്ലല്ലോ. ഈ നിയമം വകുപ്പൊക്കെ നോക്കിയാൽ സാറ് ഏത് ജില്ലയിൽ ഏത് ആശുപത്രിയിൽ ഡോക്ടറായിട്ട് ഇരിക്കേണ്ട ആളാണെന്നൊന്ന് ചിന്തിച്ചാൽ മതി. അയാൾ നിൽക്കി ഭീഷണിയൊന്നുമല്ല സാർ, ഉള്ള കാര്യം പറഞ്ഞാ ഡോക്ടർക്ക് നമ്മളെ ശരിക്കും അറിയാറ്റാ. നമുക്ക് ഡോക്ടറെ നന്നായിട്ട് അറിയാം. അല്ലാതെ പേരൊക്കെ അറിയാം. അല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഇപ്പൊ എന്തെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ പരിശോധന വരും. അപ്പോൾ എനിക്കത് പ്രശ്നമാകും. പരിശോധന വന്നോട്ടെ. പരിശോധിക്കുന്നവർ സത്യശീലിന്റെ വയറ് കയറിയിട്ട് കുടല് പുതിയതാണോ പഴയതാണെന്നൊക്കെ നോക്കൂ. അതൊന്നുമില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലും എനിക്ക് നിയമം വിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. മാണ്ട, വകുപ്പ് മന്ത്രി നമ്മളെ പാർട്ടിയുടെ ആളാന്ന് നിങ്ങൾക്ക് അറിയാലോ. മൂപ്പര് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യൂലേ? അതെ. അല്ല, നമ്മൾ അഥവാ വിളിച്ച് പറഞ്ഞാല് പിന്നെ നാളെ അട്ടപ്പാടി ആദിവാസി മേഖലയിലൊക്കെ പോയിട്ട് ചിലപ്പോൾ ഡോക്ടർ വർക്ക് ചെയ്യേണ്ടി വരും. വേണ്ട. അല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ മാത്രം വിചാരിച്ചാൽ തീരുന്ന കാര്യങ്ങളല്ല. നമുക്കറിയാം. ആശുപത്രി സൂപ്രണ്ട് വിചാരിക്കണം, ഹെഡ് ക്ലർക്ക് വിചാരിക്കണം, നേഴ്സ് വിചാരിക്കണം. വേറെ കാര്യങ്ങളൊക്കെ നമ്മളേറ്റ് നമുക്ക് ഇങ്ങനൊരു കാര്യം കിട്ടിയാൽ മതി. അല്ലെ, ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെയാണ് സാറേ. പഞ്ചായത്ത് പ്രസിഡന്റ് വരുമാന സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. പിന്നെ സത്യേട്ടന്റെ പേരില് ബാങ്ക് അക്കൗണ്ടും എടുത്തു, പാസ്ബുക്കിന്റെ കോപ്പിയും എടുത്തിട്ടുണ്ട്. നിങ്ങൾ തരുന്ന ഈ പേപ്പറും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ ഈ സാമൂഹിക സുരക്ഷാ മിഷന് ഈ കരൾ മാറ്റിയ പൈസ മേടിച്ചിട്ട് പെണ്ണുങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ എപ്പോ വരണോ? നിങ്ങളൊരു കാര്യം ചെയ്താൽ വൈകുന്നേരം വീട്ടിലോട്ട് ഒരു 4 മണിയാകുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ട് വരാം. നിങ്ങളൊരു 6 മണിക്ക് ശേഷം വന്നാൽ മതി. ശരി, 6 മണിക്ക് വരുമ്പോ കിട്ടണം സാധനം. തരാം. ഡോക്ടറെ, ഈ വെളുത്തുള്ളി ഇല്ലേ, അതൊരു ഉണ്ട കുത്തിപ്പിഴിഞ്ഞ് കുടിച്ചു നോക്കും. അപ്പൊ ആശ്വാസം കിട്ടും. ഗ്യാസിനെ? അതെയോ? വെള്ളുള്ളി അല്ലേ? നടക്കി അത് പുതിയ അറിവാണല്ലോ. കുടുങ്ങോ? മരുന്നുമില്ല. വെള്ളുള്ളി എങ്കിൽ വെള്ളുള്ളി. എന്തിനാ എന്റെ പോക്കറ്റ്? വെറുതെ ഒരാവശ്യമില്ല. സത്യേട്ടാ, ഇനി എന്നെ പറ്റിക്കോ? ഇനി കള്ളു കുടിച്ച് നിങ്ങൾ ഈ തോന്നിയ അവസ്ഥ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയും പോയി ചത്തു കളയൂട്ടാ. ഇനി കള്ള് കുടിക്കില്ല എന്ന് ഞാൻ സത്യം ചെയ്തതല്ലേ. എനിക്ക് വിശ്വാസം തന്നില്ല, അതാണ്. ഇനി കുടിക്കില്ല തന്നെ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ മാത്രമേ ഉള്ളൂ. ഞാൻ അനുഭവിച്ചു മുഴുവൻ. ആരും ഉണ്ടാവില്ല. പക്ഷേ പ്യാരിജാതം കൂടെ വന്നല്ലോ. എനിക്ക് അതാണ്. പ്യാരി എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ? എന്തേ? സത്യേട്ടൻ എന്തറിഞ്ഞിട്ടേ പറയണത്? ആശുപത്രിയിൽ നടന്ന പുകിലൊന്നും നിങ്ങൾ അറിഞ്ഞില്ലല്ലോ.
എന്താ ആശുപത്രിയിൽ നടന്നത്? അവൻ നിങ്ങളുടെ കൂടെ പറപ്പല്ലേ? ആ. നിങ്ങൾക്കൊരു ആവശ്യം വന്ന് അവൻ കൂടെ നിൽക്കണ്ടേ? ഉവ്വ്. നിങ്ങളാണെങ്കിൽ ചാടിത്തുള്ളി പോവല്ലോ. ആ, അവൻ നിക്കാന്ന് പറഞ്ഞല്ലോ. വാ നിക്കാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കരള് വേണം. എന്റെ കരൾ എന്തായാലും ചേരൂല. അപ്പൊ അവനത് തരണ്ടേ? ആ, അവൻ തരാന്ന് പറഞ്ഞില്ലേ? അത് നേരെ അവൻ തരാന്ന് പറഞ്ഞു. അവനൊരു അരമനസ്സൊക്കെ ഉണ്ടായി. അവന്റെ ഭാര്യ ഉണ്ടല്ലോ ഒരു സുന്ദരിക്കോത. അവള് ജന്മം ചെയ്താ സമ്മതിക്കോ? അവള് വീട്ടിൽ നിന്ന് വഴക്കൊക്കെ ഇട്ട് പോയി. അയ്യോ, അത് ഞാൻ അറിഞ്ഞ. അത് പോരാത്തതിന് ആശുപത്രിയിൽ വന്ന് എന്തായിരുന്നു സത്യേട്ടൻ അന്നേരം ഐസിയുല. എന്നെ കൊന്നില്ല എന്നുള്ളു. നമ്മളവക്ക് നാണക്കേടാണ്. അവളുടെ കെട്ടിയാന്റെ കാശ് മുഴുവൻ നമ്മൾ തിന്ന് മുടിക്കുകയാണ്. എൻ്റെ സത്യേട്ടാ ഒന്ന് കേൾക്കണമായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും പറയണ്ട. വന്നത് വന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് നീ ഇനി അവരോട് വെറുതെ വഴക്കിനും വക്കാണത്തിനും ഒന്നും നിൽക്കണ്ട കേട്ടോ. ഒന്നിനും പോണില്ലേ? അവരായി, അവരെ പാടായി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും. സത്യേട്ടൻ വീട്ടിലോട്ട് നോക്കോ. ഞാൻ കുടുംബശ്രീയുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരാം. അത് ഇനി വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചോണ്ട് പോവാം. വേണ്ട വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോ. ഞാൻ വൈകുന്നേരം വരുമ്പോഴത്തേക്കിന് എന്തെങ്കിലും ചായക്ക് മേടിച്ചിട്ട് വരാം. എണ്ണമെടുക്കുള്ളത് വാങ്ങിക്കണ്ട കേട്ടോ. എന്താ? കൊളസ്ട്രോൾ അല്ലേ? മധുരള്ളവും വേണ്ട. എന്നാ പൊക്കോ. വേറെ എന്താ നിനക്ക് കിട്ടുക? ഞാൻ എന്തിനും മേടിച്ചിട്ട് വരാം. പൊക്കോ. സൂക്ഷിക്കണോട്ടാ. പിന്നെ ഉറങ്ങണേണെങ്കിൽ വാതിലടക്കണ്ടേ? Bani saga, rigiri zari nisa bani maba gama bani saga ma. ഇനി എന്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ട നിന്റെ തലയാ പൊട്ടും. തലയാ പൊട്ടും. സത്യശീലിന് തല മാറ്റി വെക്കണം എന്ന് പറഞ്ഞ തല തരേണ്ട ആളാണ് നീ അല്ലേ? നിനക്ക് ഒരു ലിവർ ചോദിച്ചപ്പോ തരാൻ സൗകര്യമില്ല. നിനക്ക് ലിവർ വേണമെന്ന് പറഞ്ഞ ഞാൻ തരടാ ലിവർ. അതെന്തുകൊണ്ടാ? നമ്മളൊരു അമ്മയുടെ മക്കളാണെന്നുള്ള സ്നേഹം കൊണ്ടാ. നിനക്ക് ആ സ്നേഹമില്ലടാ. നിനക്ക് ആ സ്നേഹമില്ല പട്ടി. വാലും പിടിച്ചാ നടന്ന നായെ. അവളെന്താ പണം കണ്ടത്? അവളെ വലിയ പണക്കാരുത്തി. അവളുടെ തന്ത, അവളെ തള്ളാരാ. എന്റെ മഹിമെന്ന് സത്യശീലനോട് പറയണ്ട കേട്ടോ. അവളെ വാക്ക് കണ്ടി നടന്നോ നായേ. ഒരു ലിവർ ചോദിച്ചപ്പോ ലിവറില്ല. ഇതൊക്കെ സുഖം എനിക്ക് മനസ്സിലായി. ഇതൊക്കെ Marimayam